എന്താണ് മെറ്റബോളിക് സിൻഡ്രോം? അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ? ഹായ് ഡിയേഴ്സ്, ഞാൻ ഡോക്ടർ നസ്ല. നമ്മുടെ അടുത്ത് ആരെങ്കിലും നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമുക്ക് അങ്ങനെയൊന്നുമില്ല എന്നായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മെറ്റബോളിക് സിൻഡ്രോം, എന്താണ് അതിൻ്റെ കണ്ടൻസ്, എന്തൊക്കെ സിൻഡ്രോം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, എന്തൊക്കെ സിംറ്റംസ് കൂടിയാലാണ് നമ്മൾ അതിന് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, നമുക്കതിനെ എങ്ങനെ മാനേജ് ചെയ്യാം. ഹായ് ഡിയേഴ്സ്. ഇപ്പോൾ മെറ്റബോളിക് സിൻഡ്രോമിനെ നമുക്ക് സിൻഡ്രോം എക്സ്, അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം എന്നെല്ലാം പറയാം. അപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് അബ്ഡോമിനൽ ഒബിസിറ്റി ആണ്. ദെൻ ബ്ലഡ് ഷുഗർ വാല്യൂ കൂടുതലായിരിക്കും, ബ്ലഡ് കൊളസ്ട്രോൾ വാല്യൂ, ട്രൈഗ്ലിസറൈഡ്സ് വാല്യൂ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് HDL കുറവായിരിക്കും, BP കൂടുതലായിരിക്കും. ദെൻ അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ വേസ്റ്റ് സർക്കംഫറൻസ് മെയിൽസിലാണെങ്കിൽ 94 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. ഫീമെയിൽസിലാണെങ്കിൽ അതൊരു 80 ഓർ എബോ. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഇസ് അബ്ഡോമിനൽ ഒബിസിറ്റി. ദെൻ കൊളസ്ട്രോൾ വാല്യൂ കൂടുതലായിരിക്കും. അവരുടെ ട്രൈഗ്ലിസറൈഡ് വാല്യൂ എന്ന് പറയുന്നത് 150 ഓർ എബോ mg/dL ആയിരിക്കും. അതേപോലെ തന്നെ HDL നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഫീമെയിൽസിലാണെങ്കിൽ അത് 50 താഴെയായിരിക്കും, മെയിൽസിലാണെങ്കിൽ അത് 40 താഴെയായിരിക്കും. ദെൻ BP നോക്കുകയാണെങ്കിൽ അവരുടെ സിസ്റ്റോളിക് BP എന്ന് പറയുന്നത് 130 ഓർ എബോ, ആൻഡ് ഡയസ്റ്റോളിക് BP ഈസ് 85 ഓർ എബോ. പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുകയാണെങ്കിൽ അത് 100 കൂടുതലായിരിക്കും. ദെൻ അങ്ങനെ ഈ ഒരു 5 കാര്യത്തിനകത്ത് 3 അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്ന് പറയാം. ഇൻസുലിൻ റെസിസ്റ്റൻസ്, അബ്ഡോമിനൽ ഒബിസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഹൈ ട്രൈഗ്ലിസറൈഡ്സ് ആൻഡ് ലോ HDL. ഇതിനകത്ത് 3 അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്ന് പറയാം. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മെറ്റബോളിക് സിൻഡ്രോമിന്? അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ്, സ്ട്രോക്ക്, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് റിവേഴ്സിബിൾ ആണ്. നമുക്കതിൻ്റെ അലോങ് വിത്ത് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. സോ നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ വൈകാതെ തന്നെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കാം, നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് നോക്കാം, BP ചെക്ക് ചെയ്യാം, ആൻഡ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കാം. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതിനകത്ത് ഏതെങ്കിലും 3 അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് റിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലും അലോങ് വിത്ത് മെഡിക്കേഷൻസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഹോളിസ്റ്റിക്കലി ഫിസിക്കലി ആൻഡ് മെൻ്റലി ഉള്ള എല്ലാ സിംറ്റംസും നോക്കിയിട്ട് ഹോമിയോപ്പതിക് സിസ്റ്റം ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ, താങ്ക് യു.